ഇനി മണവാട്ടി പെണ്ണിന് മഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി ട്ടോ. ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈബ വെഡിങ് സെന്റർ, വെഡിങ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടം പാടം, വണ്ടൂർ. വാണിയമ്പലം ടൗണിൽ റെയിൽവേ ഗേറ്റിനു സമീപം നിർമ്മിച്ച ഹൈറ്റ് ഗേജിന് തൊട്ടുമുകളിലൂടെ കടന്നുപോകുന്ന ഇലക്ട്രിക് ലൈനുകൾ ചാണുകളുടെ അകലം മാത്രമായതിനാൽ ഇരുമ്പ് ബീം കൊണ്ട് നിർമ്മിച്ച തൂണുകളിൽ സ്പർശിക്കുന്നവർക്ക് ഷോക്കേൽക്കുവാനുള്ള സാധ്യത കൂടുതലാണെന്ന് വാണിയമ്പലം സുസ്ഥിര വികസന സംഘം ഭാരവാഹികൾ വാണിയമ്പലം ന്യൂസിനോട് പറഞ്ഞു. വൈദ്യുതീകരണത്തിന്റെ ഭാഗമായിട്ട് വെച്ചിട്ടുള്ള ഒരു 8 ഗേജാണ്. ഈ 8 ഗേജ് നേരെ ലൈനിൽ പോകുന്നുണ്ട്, കറണ്ട് കമ്പി പോകുന്നുണ്ട്. ഏത് സമയത്തും ഇത് അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അപകടങ്ങൾ സംഭവിച്ചതിന് ശേഷം മാത്രമാണ് അധികാരികൾ കണ്ണു തുറക്കുന്നത്. ഇതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ളത് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് നിർദ്ദേശിക്കാനുള്ളത്, ഈ 8 ഗേജിൻ്റെ മുകളിൽ ഫൈബർ വെച്ചുകൊണ്ട് കവർ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ലൈനിനെ PVC പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് കവർ ചെയ്യുകയോ ചെയ്താൽ അപകടം വരുന്നതിന് മുന്നേ തന്നെ ആളുകളെ ഇത് രക്ഷപ്പെടുത്താൻ കഴിയും. കാരണം 100 കണക്കിന് ആളുകൾ ഈ ബസ് സ്റ്റോപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇത് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയാണ്. പല സമയങ്ങളും ഈ 8 ഗേജിനെ മുട്ടിരിപ്പിക്കാണ്ട് വാഹനങ്ങൾ പോയിട്ടുണ്ട്. ഭയങ്കര ശബ്ദത്തോടെ ഉണ്ടാകുന്ന ഇതുണ്ടായിട്ടുണ്ട്. ഈ 8 ഗേജ് വാഹനങ്ങൾ മുട്ടിരിപ്പിക്കാണ്ട് 8 ഗേജിന് തന്നെ ഡാമേജ് സംഭവിച്ച അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ അധികാരികൾ എത്രയും പെട്ടെന്ന് അപകടങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നാട്ടുകാരെ എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവർ ഹൈപവർ ഇലക്ട്രിക് കേബിളുകൾ ഇൻസുലേറ്റ് ചെയ്ത് സംരക്ഷണം നൽകണമെന്നും വാണിയമ്പലം സുസ്ഥിര വികസന സംഘം ഭാരവാഹികളായ പട്ടിക്കാടൻ സമദ്, ഫൈസൽ മോയിക്കൽ, ഒ ഷാജഹാൻ, OA ബഷീർ, TP മനാഫ് എന്നിവർ ആവശ്യപ്പെട്ടു. എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം മുതലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും വാണിയമ്പലം സുസ്ഥിര വികസന സംഘം ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വാണിയമ്പലം.